അയ്യൂക ഞങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആയിക്കോട്ടെ. ജെന്യൂൻ ആയിട്ടുള്ള ആൻസറുകൾ പറയാം. ആയിക്കോട്ടെ. ഓക്കെ. ഒന്ന് നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഇമാറാത്തിലായിട്ട് 5 കൊല്ലത്തോളമായി. ഓക്കെ. അപ്പൊ ഞാൻ എല്ലാവരോടും ഞാൻ അങ്ങനെ ചോദിക്കുമല്ലോ, 10, 25, 30, 35 കൊല്ലമായവരൊക്കെ ഓരോരുത്തരുണ്ട്. എല്ലാവരോടും ചോദിക്കുമ്പോൾ ഒരു 15 കൊല്ലം 5 കൊല്ലം എന്നൊക്കെയാണ് കുറച്ച്. നിങ്ങളോട് GCCയിൽ എത്രയും മൊത്തം? ഞാൻ 15 കൊല്ലമായി. 15 കൊല്ലം അല്ലേലും കൂടെ ആയിട്ട്. അപ്പൊ ഈ 15 കൊല്ലം നിൽക്കുക അല്ലെങ്കിൽ 25 കൊല്ലം നിൽക്കുക 20 കൊല്ലം നിൽക്കുക എന്നൊക്കെ പറഞ്ഞ കാണുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അല്ല, എക്സൈറ്റ്മെന്റ് അല്ല, ഒരു ഇതാണ് എങ്ങനെ ഒരു ഇത്ര കൊല്ലം നിന്ന്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15 കൊല്ലം നിന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ നേടി നിങ്ങൾക്ക് തോന്നുന്നത്? നേടിന്ന് പറഞ്ഞാൽ ഇപ്പോ വീടുണ്ടാക്കി അത് ഫുള്ള് പണിയായി കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇനിയുണ്ട് ഒരു കുറച്ച് നേരത്തെ ഒരു നിലമ്പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ പെയിന്റ് പണിയും കാര്യങ്ങളും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ഈ 15 കൊല്ലങ്ങൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? നിങ്ങൾ ഓക്കെ ആണ് ഇവിടെ നിന്നതിൽ? നിങ്ങൾക്ക് എത്രയോ ഓക്കെ അല്ലേ? നാട്ടിൽ നിന്നപ്പോ ഈ വീട് ഏറ്റവും കഴിയുന്നവരുണ്ട്, ശരിയാന്നല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ശൈലിയിലൂടെ പോകും. നമ്മൾ പ്രവാസ ജീവിതമായി കഴിഞ്ഞാൽ പ്രവാസത്തിന്റെ ഒരു ശൈലി വേറെ ആണില്ല. നാട്ടിൽ ചെന്നാലാണെങ്കിലും ആ ഒരു ശൈലി വ്യത്യാസം ഉണ്ടാവും. നാട്ടിലുള്ളവർ നാട്ടിലുള്ള വീട് കയറ്റും. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ലൈഫ് പിന്നെ മൊത്തം ഇവിടെ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഇല്ല, നിങ്ങളെ എൻജോയ് ചെയ്തില്ല, ഫ്രണ്ട്സ് അങ്ങനത്തെ റിഗ്രറ്റ് നിങ്ങളെ മനസ്സിൽ എപ്പോഴെങ്കിലും വരലുണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ പഴയ ജീവിതം നല്ല അല്ലെങ്കിൽ അന്നത്തെ ഒരു ടൈം അങ്ങനെയൊക്കെ? അത് നമ്മളിപ്പോ ഈ 15 കൊല്ലത്തിൽ ഇപ്പൊ നമ്മൾ എത്രയോ ആളുകളെ കണ്ടില്ലേ, എത്ര ആളുകളെ പരിചയപ്പെട്ട്, എത്ര നാട്ടുകാരെ നമ്മൾ കണ്ട് പരിചയപ്പെട്ട്, അയൽവാസികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും നമ്മളുള്ള പിന്നെ കേരളത്തിൽ തന്നെ എത്രയോ ഏതെല്ലാം ജില്ലകളിലുള്ള ആളുകളെ നമ്മൾ കണ്ട് സംസാരിച്ചു. അങ്ങനെയൊക്കെ പ്രവാസ ജീവിതത്തിൽ ശരിക്കും അത് വേറെ തന്നെയാണ്. അത് വേറെ തന്നെ. ഈ ലൈഫ് ഇവിടെ തന്നെ കിട്ടും. ഇപ്പൊ നാട്ടിലിങ്ങനെ നിന്ന് കഴിഞ്ഞാല് നമ്മളെ നാട്ടിലത്തെ അയൽവാസികളെയും മറ്റുള്ളവരിങ്ങനെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ പോകും. ഇതെല്ലാ ആൾക്കാരും എല്ലാ ആളുകളും ജാതി ഭേദമന്യേ എന്ന് പറഞ്ഞ മാതിരി എല്ലാരും ഒരേ മാതിരിയാണ്. ആർക്കും വ്യത്യാസമൊന്നുമില്ല. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. ഇപ്പത്തെ ജനറേഷനിൽ ഒരു 20 അപ്പോ അതായത് 25 ഇപ്പൊ ഈ ജനറേഷനിൽ ഇങ്ങോട്ട് ഗൾഫിലേക്ക് വരാൻ നിൽക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വഞ്ചർ എന്താണ്? അവർക്ക് എന്താണ്, നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ കഴിയുന്നത് നല്ലൊരു തൊഴില്, അതായത് തൊഴില് പഠിപ്പിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അത് പഠിച്ച് നല്ലൊരു പിന്നെ ജോലിയിലെ കായിന്ന് കണ്ടാല് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ശമ്പളം കിട്ടുന്നുള്ളതിൽ പഠിക്കുക. കാരണം മറ്റേ ചെറുകട കടകളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും ആ പോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഓരോരുത്തരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ കഴിയുന്നത് പഠിച്ച് നല്ല ജോലിയിലൊക്കെ നല്ലൊരു ജോലി പഠിക്കുക. കൈത്തൊഴിൽപരമായിട്ടുള്ള ജോലികളൊക്കെ നോക്കി ഫുള്ള് പഠനത്തിമൊക്കാണ്ട് പോകും വേണ്ട. എന്നാ ഒരു അറിവിലേക്കുള്ള ഒരു പഠനം, നമുക്കുള്ള ഒരു അറിവിലേക്കുള്ള ഒരു പഠനത്തിൽ എത്തും ചെയ്യാം. ഇന്നലെ തന്നെ ഇനി അങ്ങനെ നടക്കുള്ളൂ. മറ്റുള്ള ചെറുകടകളൊക്കെ പോയി കഴിഞ്ഞാൽ അവരാ ദിവസം ഇങ്ങനെ ആ മാസം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അങ്ങനൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ ഉണ്ടാവും. 12 മണിക്കൂർ പണി. അത് തന്നെയല്ലേ. പിന്നെ പഴയമാരത്തെ ആളുകളും അല്ല, അറബികളും അല്ല, ആരും അല്ല, എല്ലാവർക്കും നേരം കൊടുത്തു. ഒന്നും കൂടി വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് ആയി അവരുടേതായിട്ടുള്ള ഇതിലായി അല്ലേ? അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇപ്പൊ അയ്യൂബക്കാരൻ 15 വർഷമായിട്ട് നിന്ന അയ്യൂബക്ക നമ്മൾ തിരുവുകാരനാണ്. മറ്റുള്ള ഞാൻ ചോദിച്ചപ്പോ ഇതിന് കാര്യങ്ങളാണ് മറ്റുള്ള ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പറയാനുള്ള വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു. ബൈ.